ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കൺസെപ്റ്റാണ്. കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് കേസ് സിനാരിയോ എന്നുള്ളതാണ് കൺസെപ്റ്റിൻ്റെ പേര്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു ടാസ്ക് ചെയ്യാനുണ്ട്, ഒരു ജോലി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും അൺലക്കിയസ്റ്റ് പേഴ്സൺ, അതായത് ഒട്ടും ഭാഗ്യമില്ലാത്തൊരു മനുഷ്യൻ പോയിട്ട് ഈ ജോലി ചെയ്താൽ എന്ത് വരെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ലോജിക്ക്. ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാനായ, ഏറ്റവും ഭാഗ്യമില്ലാത്ത, ഏറ്റവും നിർഭാഗ്യനായിട്ടൊരു മനുഷ്യൻ പോയി ചെയ്യുമ്പോൾ എന്തുവരെ സംഭവിക്കാം എന്നുള്ളതാണ് വേസ്റ്റ് കേസ് സിനാരിയോ. UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ക്വസ്റ്റ്യൻസ് നോക്കിയേ. എ ബാഗ് കണ്ടെയ്ൻസ് 8 റെഡ് ബോൾസ്. 8 റെഡ് ബോൾസ് ഉണ്ട്, 10 ബ്ലൂ ബോൾസ് ഉണ്ട്, 15 ഗ്രീൻ ബോൾസ് ഉണ്ട്. ഓക്കെ, what is the minimum number of balls need to be taken out from the bag to ensure getting at least one ball of each color? മീനിങ് എന്താണ്? നമ്മൾ ഈ ബോക്സിനകത്ത് പോയിട്ട് ബോൾ എടുക്കുവാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബോൾ ഓഫ് ഈച്ച് കളർ, 1 ബോൾ ഓഫ് ഈച്ച് കളറിന് കിട്ടണം. അതായത് എല്ലാ ബോളിൻ്റെയും ഒരു കളറെങ്കിലും എനിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാനായിട്ടൊരു മനുഷ്യനെ പോയി ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര എണ്ണം എടുക്കേണ്ടി വരും? അവൻ ആദ്യം എടുക്കുന്നത് റെഡ് ആയിക്കോട്ടെ, രണ്ടാമത് എടുക്കുന്ന ഈ ബ്ലൂ ആയിക്കോട്ടെ, മൂന്നാമത് എടുക്കുന്ന ഈ ഗ്രീൻ ആയിക്കോട്ടെ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 3 എണ്ണത്തിൽ കാര്യം നടക്കുമല്ലോ. ബട്ട് നമുക്കതല്ല വേണ്ടത്. ഏറ്റവും നിർഭാഗ്യവനായിട്ടൊരു മനുഷ്യൻ പോയി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കാം നോക്കിയപ്പോൾ അതെങ്ങനെ നമ്മൾ ആലോചിക്കുക. ഇവിടെ ഏറ്റവും തോന്നെ ബോൾസ് ഉള്ളത് എവിടെയാണ്? 15 ഗ്രീൻ ഉണ്ട്, 10 ബ്ലൂ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 8 റെഡ് ഉള്ളത്. ശരി, അവൻ ആദ്യമേ എടുക്കുന്നത് ഈ റെഡും ബ്ലൂ, അല്ല ഈ ബ്ലൂവും ഗ്രീനും ആയിക്കോട്ടെ. എത്ര ഗ്രീൻ ബോൾ ഉണ്ട് ഇവിടെ? 15 ഗ്രീൻ ബോൾ ഉണ്ടല്ലേ. എത്ര ബ്ലൂ ബോൾ ഉണ്ട്? 10 ബ്ലൂ ബോൾ ഉണ്ടല്ലോ. അപ്പം ടോട്ടൽ ഇപ്പം എത്രയായി? ടോട്ടൽ 25 എണ്ണം ആയില്ലേ. 25 എണ്ണം എടുത്തപ്പം പോലും അവൻ്റെ കയ്യിൽ റെഡ് ബോൾ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. കാരണം അവനെന്താണ്? അവൻ ഏറ്റവും നിർഭാഗ്യവനായിട്ടൊരു മനുഷ്യനാണ്. പക്ഷേ 26ാമത്തെ ബോൾ എടുക്കുന്നത് തീർച്ചയായിട്ടും റെഡ് ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാ? കാരണം ആ പെട്ടിക്കകത്തിൻ്റെ റെഡും കൂടെ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 26 ആയിരിക്കും. ലോജിക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാം. ഒരു ബാഗിനകത്ത് 20 ബോളുകളുണ്ട്. ഓക്കെ, 2017 ചോദ്യമാണത്. അതിനകത്ത് 8 ബോൾസ് ഗ്രീൻ ആണ്. ഓക്കെ, 7 എണ്ണം വൈറ്റ് ആണ്, 5 എണ്ണം റെഡ് ആണ്. അപ്പോൾ മൊത്തത്തിൽ 20 എണ്ണം ഉണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ബോൾസ് ദാറ്റ് മസ്റ്റ് ബി പിക്ഡ് അപ്പ് ഫ്രം ദ ബാഗ് ബ്ലൈൻഡ് ഫോൾഡഡ് without replacing any of it to be assured of picking at least one ball of each color? സെയിം ക്വസ്റ്റ്യൻ ആണല്ലോ. നമ്മൾ കണ്ണടച്ചെടുക്കുമ്പോൾ എല്ലാ കളറിൻ്റെയും ഒരെണ്ണമെങ്കിലും എനിക്ക് കിട്ടണം. അപ്പോൾ എത്ര എണ്ണം വരെ ഞാൻ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പം എങ്ങനെ നമ്മൾ ആലോചിക്കുക? ഇവിടെ ഏറ്റവും തോനെയുള്ളത് ഏതാണ്? ഏറ്റവും തോനെയുള്ളത് 8ഉം 7ഉം അല്ലേ. അപ്പോൾ എനിക്ക് കിട്ടുന്നതെല്ലാം ആദ്യമേ അതായിക്കോട്ടെ. ലോജിക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പോൾ ആദ്യമേ എടുക്കുന്നത് 8 എണ്ണവും ഗ്രീൻ ആയിക്കോട്ടെ, അടുത്ത 7 എണ്ണവും വൈറ്റ് ആയിക്കോട്ടെ. ഇപ്പം ടോട്ടലി ഇപ്പോൾ എത്ര എണ്ണം എടുത്തു? 15 എണ്ണം എടുത്തു. 15 എണ്ണം എടുത്തപ്പം പോലും എൻ്റെ കയ്യിൽ റെഡ് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ ഇനി ആ പെട്ടിക്കകത്ത് റെഡും കൂടെ അല്ലേ ബാലൻസ് ഉള്ളത്. ഒരെണ്ണം കൂടെ എടുക്കുന്നത് തീർച്ചയായിട്ടും റെഡ് ആയിരിക്കും അല്ലേ. നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 15 + 1 എന്ന് പറയുന്നത് 16ാമത്തെ എടുക്കുന്നത് എനിക്ക് ഉറപ്പായിട്ടും ഒരു റെഡ് ബോൾ കിട്ടിയിരിക്കും. ലോജിക്ക് ക്ലിയർ ആണല്ലേ. ഇതിൻ്റെ ഒരു അഡ്വാൻസ് ചോദ്യം ഉണ്ടായിരുന്നു 2023. നോക്കാം നമുക്ക്. ചോദ്യം നോക്കിയേ. എ ബോക്സ് കണ്ടെയ്ൻസ് 14 ബ്ലാക്ക് ബോൾസ്, 20 ബ്ലൂ ബോൾസ്. ഓക്കെ, നമുക്ക് എഴുതി പോവാം. 14 ബ്ലാക്ക് ബോൾസ്, 20 ബ്ലൂ ബോൾസ്, 20 തന്നെയല്ലേ? അതെ, 20 ബ്ലൂ ബോൾസ്, 26 ഗ്രീൻ ബോൾസ്, 26 ഗ്രീൻ ബോൾസ്, 28 യെല്ലോ ബോൾസ്, 28 യെല്ലോ ബോൾസ്, 38 റെഡ് ബോൾസ്, 38 റെഡ് ബോൾസ് ആൻഡ് 54 വൈറ്റ് ബോൾസ്. ടോട്ടൽ എത്ര കിട്ടും? ആഡ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് 180. കൂട്ടി നോക്കിയാൽ മതി. മൊത്തത്തിൽ ഈ പെട്ടിക്കകത്ത് 180 ബോളുകളുണ്ട്. നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദ സ്മോളസ്റ്റ് നമ്പർ m such that any m balls drawn from the box randomly must contain at least one ball of each color. നമ്മൾ പഠിച്ചതല്ലേ ഇപ്പം. ബോൾ, എല്ലാ ബോളിൻ്റെയും ഒരു കളറെങ്കിലും കിട്ടിയിരിക്കണം. അതെങ്ങനെ നമ്മൾ ആലോചിക്കുക? ഏറ്റവും തോനെ ബോളുകളുള്ളത് ഏതാണ്? ഈ വൈറ്റ്, റെഡ്, യെല്ലോ അസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ആദ്യമേ എടുക്കുന്നത് 54 എണ്ണം വൈറ്റ് ആയിക്കോട്ടെ, പിന്നെ അടുത്തതെല്ലാം 38 റെഡ് ആയിക്കോട്ടെ, അടുത്ത് 28 യെല്ലോ, അടുത്ത് 26 ഗ്രീൻ, അടുത്ത് 20 ബ്ലൂ. ഇപ്പം ഇത് ഇത്ര എടുത്തപ്പം പോലും എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് ബോൾ കിട്ടിയിട്ടുണ്ടോ? ബ്ലാക്ക് ബോൾ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ എത്ര എണ്ണം ഞാൻ എടുത്തത് ഇതെല്ലാം കൂടെ? ഇതെങ്ങനെ പെട്ടെന്ന് കൂട്ടുക? മൊത്തത്തിൽ 180 ഉണ്ട്. ഈ 180 ഇത് 14 കുറച്ചാൽ പോരെ? എത്ര കിട്ടും അപ്പം? 166. 166 എണ്ണം എടുത്തപ്പം പോലും എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് ബോൾ പോലും ഇല്ല. പക്ഷെ അടുത്ത ഒരെണ്ണം കൂടെ എടുത്താൽ തീർച്ചയായിട്ടും ബ്ലാക്ക് ബോൾ ആയിരിക്കുമല്ലോ, കാരണം പെട്ടിക്കകത്തിന് ബ്ലാക്കും കൂടെ ബാലൻസ് ഉള്ളത്. അപ്പോൾ അത് 167th ട്രയൽ എനിക്ക് ഉറപ്പാണ് എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെയും ഒരു കളറെങ്കിലും കാണും. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കിയത് എന്താ എൻ്റെ ലോജിക്കുന്നത്? The smallest number n such that any n balls drawn from the box randomly must contain one full group of at least one color. അതിൻ്റെ മീനിങ് എന്താണ്? ഒരു ഫുൾ ഗ്രൂപ്പായിട്ട് എനിക്ക് കിട്ടണം. എത്ര ട്രൈ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കളറിൻ്റെ ഫുൾ ഗ്രൂപ്പ് കിട്ടണം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും ഭാഗ്യമുള്ള ഒരു മനുഷ്യനെ അപ്പോൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ എത്ര എണ്ണം എടുക്കേണ്ടി വരും? ഇവിടെ ഏറ്റവും കുറവ് ഏതാണ്? ഈ പറയുന്ന ബ്ലാക്ക് അല്ലേ? അപ്പോൾ 14 എണ്ണം എടുക്കുമ്പോൾ തന്നെ അവന് വേണമെങ്കിൽ ബ്ലാക്ക് കിട്ടാമല്ലോ. പക്ഷെ നമുക്കതല്ല വേണ്ടത്. നമുക്ക് ഏറ്റവും അൺലക്കിയസ്റ്റ് പേഴ്സണിനെ കുറിച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, അതെന്തായിരിക്കും അവിടുത്തെ ലോജിക്ക്? സപ്പോസ് ഞാൻ പറയുകയാണ്, ഇവിടെ 14 എണ്ണം കിട്ടിയിരുന്നെങ്കിൽ അവനൊരു കംപ്ലീറ്റ് ഗ്രൂപ്പ് കിട്ടിയാന്. സപ്പോസ് അവന് 13 കിട്ടുന്നുള്ളൂ, ഒരെണ്ണം കുറച്ചിട്ടേ കിട്ടുന്നുള്ളൂ. ഇവിടെ 20 കിട്ടേണ്ടടുത്ത് അവൻ 19 കിട്ടുന്നുള്ളൂ. ഇവിടെ 26 കിട്ടേണ്ടടുത്ത് അവൻ 25 കിട്ടുന്നുള്ളൂ. ഇവിടെ 28 കിട്ടേണ്ടടുത്ത് അവൻ 27 കിട്ടുന്നുള്ളൂ. ഇവിടെ 37 കിട്ടുന്നുള്ളൂ. ഇവിടെ ഒരെണ്ണം കുറച്ചിട്ട് 53 കിട്ടുന്നുള്ളൂ. അതായത് എല്ലാത്തിൽ നിന്നും ഒരെണ്ണം കുറച്ചിട്ടേ അവന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര? ഇതെങ്ങനെ നമ്മൾ പെട്ടെന്ന് കൂട്ടുക? മൊത്തത്തിൽ 180 ഉണ്ടെന്ന് നമുക്കറിയാം. ഈ 6 എണ്ണത്തിൽ നിന്ന് ഓരോന്ന് വെച്ചിട്ട് കുറച്ചിട്ടല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 180 6 കുറച്ചാൽ പോരെ? അപ്പം 174 എണ്ണം എടുത്തപ്പം പോലും അവൻ്റെ കയ്യിൽ ഒരു കംപ്ലീറ്റ് ഗ്രൂപ്പ് ഇല്ല. പക്ഷേ ഇനി ഒരെണ്ണം കൂടെ എടുക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആവുമല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരെണ്ണം കൂടെ കൂട്ടുമ്പം ഏതെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ് ആവും. കാരണം ഇനി ബാലൻസ് ആ പെട്ടിക്കകത്ത് ഓരോന്നിൻ്റെ എല്ലാത്തിൻ്റെ ഓരോന്ന് വെച്ചിട്ടേ ഉള്ളൂ. So on 75th try, he will get a full group of at least one color. നല്ലൊരു ചോദ്യമായിരുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് കാണാം. സെയിം ലോജിക്കാണ്. പിന്നെ ഒരു കാര്യം, പെയർ എന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ട്. നമ്മൾ ഷൂവിൻ്റെ ഒക്കെ പെയർ പറയുമ്പം 9 പെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 9 ലെഫ്റ്റും കാണും, 9 റൈറ്റും കാണും. There are 9 pairs of white shoes. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കണേ, 9 വൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് 9 ലെഫ്റ്റും കാണും, 9 റൈറ്റും കാണും. 6 pairs of black shoes. 6 ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മീനിങ് എന്താണ്? അതിനകത്ത് 6 ലെഫ്റ്റും കാണും, 6 റൈറ്റും കാണും. We are allowed to draw only one shoe at a time. Okay. Minimum how many shoes are required to draw out to get at one pair of white shoe? അപ്പോൾ അവന് വൈറ്റ് ഷൂ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും ഭാഗ്യമുള്ളൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഇവിടെ എത്ര എണ്ണം വേണ്ടി വന്നേനെ? 2 എണ്ണത്തിന് ട്രൈ ചെയ്യുള്ളൂ. ആദ്യമേ എടുക്കുന്നത് ഒരു വൈറ്റ് ലെഫ്റ്റ്, രണ്ടാമത് എടുക്കുന്നത് ഒരു വൈറ്റ് റൈറ്റ്, കഴിഞ്ഞു. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് അൺലക്കിയസ്റ്റ് പേഴ്സണെ കുറിച്ചിട്ടാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അവന് വൈറ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ അവൻ ആദ്യമേ എടുക്കുന്നതെല്ലാം ഈ പറയുന്ന ബ്ലാക്ക് ആയിപ്പോട്ട്. ബ്ലാക്ക് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 6 6 ലെഫ്റ്റും റൈറ്റും കൂടെ ആണേ. 6 6 12 എണ്ണം ആയല്ലോ. 12 എണ്ണം എടുത്തപ്പം പോലും അവൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ല. പക്ഷെ വൈറ്റിനകത്ത് തന്നെ ലെഫ്റ്റും റൈറ്റും ഇല്ലേ അല്ലേ? അപ്പോൾ അവന് അടുത്തത് എടുക്കുന്നത് ഈ 9 ലെഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 9 റൈറ്റ് ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ. ഇപ്പോൾ എത്ര എണ്ണമായി അവന്? 21 എണ്ണം എടുത്തപ്പം പോലും അവൻ്റെ കയ്യിൽ ഒരു പെയർ ആയിട്ടില്ല. പെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലെഫ്റ്റും വേണം, ഒരു റൈറ്റും വേണം അല്ലേ? പക്ഷേ ഇനി ആ പെട്ടിക്കകത്ത് ബാലൻസ് വൈറ്റിൻ്റെ റൈറ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരെണ്ണം കൂടെ എടുക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു പെയർ കിട്ടിയിരിക്കും, അത് ഉറപ്പാണ് അല്ലേ? അപ്പോൾ എത്രയാണ്? 22 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതേ പാറ്റേണിൽ 2023 UPSC ഒരു ചോദ്യം ചോദിച്ചു, അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിയേ. രാജ് ഹാസ് 10 pairs of red. അപ്പം പെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 എണ്ണം ഉണ്ട്. 10 pairs of red, അത് ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ 20 എണ്ണം ആവും അവിടെ. 9 pairs of white, 9 pairs of white and 8 pairs of black.
8 pairs of black. If you randomly picks one shoes one by one without replacement from the box to get a red pair of shoes to wear. അവന് റെഡ് ഇട്ടിട്ടാണ് പുറത്ത് പോകാനാണ് ഇഷ്ടം. അപ്പോൾ അവന് എത്ര എണ്ണം വരെ എടുക്കേണ്ടി വരാം? അപ്പോൾ ഏറ്റവും ഭാഗ്യമുള്ളൊരു മനുഷ്യനായിരുന്നെങ്കിൽ എത്ര എണ്ണം എടുക്കേണ്ടി വരത്തുള്ളായിരുന്നു? 2 എണ്ണത്തിൽ കാര്യങ്ങൾ നടക്കുമല്ലോ. കാര്യം എന്താണ്? ആദ്യം എടുക്കുന്ന 2 എണ്ണം റെഡായി പോട്ട്, കാര്യം കഴിഞ്ഞു. പക്ഷെ നമുക്ക് അതല്ലല്ലോ വേണ്ടത്. നമുക്ക് ഏറ്റവും അൺലക്കിയസ്റ്റ് പേഴ്സണെ കുറിച്ചിട്ടാണ് സംസാരിക്കാനുള്ളത് അല്ലേ? അപ്പോൾ എന്തുമായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ 9 വൈറ്റ് എന്ന് പറഞ്ഞാൽ 9 വൈറ്റ് പെയർ ആണുള്ളത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എത്ര എണ്ണമായി? 18 ഷൂ ആയല്ലോ, ലെഫ്റ്റും റൈറ്റും കൂടെ. ഇവിടെ 8 ബ്ലാക്ക് ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും കൂടെ എത്രയായി? 16 എണ്ണമായി. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്രയായി? 18ഉം 16ഉം 34 എണ്ണമായി. 34 എണ്ണം എടുത്തപ്പം പോലും അവന് റെഡ് ഷൂ കിട്ടിയിട്ടേ ഇല്ലല്ലോ. അപ്പം നമ്മൾ വിചാരിക്കും, എന്ത് വിചാരിക്കും? ഇനി ഓക്കെ, ഇനി അടുത്ത 2 എണ്ണം എടുക്കുന്ന റെഡ് ആയിരിക്കും. അപ്പോൾ 32 + 34 + 2 36. നമ്മൾ 36 കുത്താനുള്ള ടെൻഡൻസി വരും. പക്ഷെ 36 റോങ് ആണ്. അതിൻ്റെ കാര്യം എന്താണ്? കാര്യം എന്ന് പറയുമ്പോൾ റെഡിനകത്ത് തന്നെ ലെഫ്റ്റും റൈറ്റും ഇല്ലേ? ഒരു പെയർ എന്ന് പറയുമ്പോൾ പെയർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ലെഫ്റ്റും വേണം റൈറ്റും വേണം. അപ്പോൾ ഈ 10 റെഡിനകത്ത് 10 ലെഫ്റ്റ് ഉണ്ട് അല്ലേ, 10 റൈറ്റ് ഉണ്ട്. സപ്പോസ് ഈ 34 എണ്ണം കഴിഞ്ഞിട്ട് അവൻ എടുക്കുന്ന 10 എണ്ണവും ഈ ഇടത്തേക്കാലിലെ ഷൂ ആയിക്കോട്ടെ, ലെഫ്റ്റിലെ ഷൂ ആയി എന്ന് വിചാരിക്കുക. ഇപ്പം എത്രയുടെ? 44 എണ്ണം എടുത്തപ്പം പോലും അവൻ്റെ കയ്യിൽ ഒരു റെഡ് പെയർ ഉണ്ടോ? പെയർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റും റൈറ്റും വേണമല്ലോ. ഒരു പെയർ ആയിട്ടില്ല. പക്ഷേ 45ാമത്തെ എടുക്കുമ്പോൾ ഒരു പെയർ ആയിരിക്കും. കാര്യം എന്താണ്? കാരണം പെട്ടിക്കകത്തിന് ബാലൻസ് ആയിട്ട് റൈറ്റ് പെയർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും 44ൻ്റെ കൂടെ 1 കൂട്ടുമ്പം 45 ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിനകത്തുള്ള വേഴ്സ്റ്റ് കേസ് സിനാറിയോ എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.